മലയാളികളെല്ലാവരും ഒരു കാലത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന ഒരു കുടുംബം തന്നെയായിരുന്നു കൊല്ലം സുധിയുടെ ഭാര്യയായ രേണു സുധിയെയും കിച്ചുവിനെയും ഒക്കെ. കൊല്ലം സുധി മരിച്ചതിന് ശേഷമാണ് ഇത്രയുമധികം ആരാധന ആ ഒരു കുടുംബത്തോട് പലർക്കും തോന്നുന്നത്. ഇതിനോടനുബന്ധിച്ച് ഒരുപാട് പേരുടെ സഹായത്തിൽ ഒരു വീടൊക്കെ വച്ച് നൽകിയെങ്കിലും ആ വീട്ടിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് കിച്ചു അടുത്തിടെ പങ്കുവച്ച വീഡിയോയിലൂടെ എല്ലാവരും കണ്ടതാണ്. ഇതോടുകൂടി രേണു സുധിയെ വെറുക്കുന്നു എന്ന തരത്തിൽ ഒരുപാട് കമന്റുകൾ നിറയുകയായിരുന്നു. തൊട്ടു പിന്നാലെ തന്നെ രേണു സുധി പല കാര്യങ്ങളും വെളിപ്പെടുത്തിക്കൊണ്ടൊക്കെ രംഗത്ത് വന്നു. എന്തിന് മുൻപ് സുധിയെ മാത്രമേ താൻ വിവാഹം കഴിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞ രേണു സുധി തന്നെ ഇപ്പോഴിതാ തനിക്ക് മുൻപ് വേറൊരു ഭർത്താവ് ഉണ്ടായിരുന്നു എന്നുള്ള വെളിപ്പെടുത്തൽ കൂടി നടത്തിയതോടുകൂടി രേണു പറയുന്നതൊക്കെ പച്ച കള്ളമായിരുന്നുവെന്നും മലയാളികളെ കള്ളവും സഹതാപവും കാണിച്ച് പറ്റിക്കുകയായിരുന്നു എന്നുള്ള വിമർശനമാണ് ഇപ്പോൾ. താൻ സുധിച്ചേട്ടനെ വിവാഹം കഴിക്കുന്നതിന് മുൻപേ മറ്റൊരു വ്യക്തിയുമായി വിവാഹിതയായിരുന്നു. എന്നാൽ ആ ബന്ധം കേവലം 1 മാസം മാത്രമേ നീണ്ടു നിന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അദ്ദേഹത്തിന്റെ പേര് ബിനു എന്നാണ്. അദ്ദേഹം ഇപ്പോൾ വേറൊരു കുടുംബമായി ജീവിക്കുകയാണ്. ദാനം നൽകി വീടിനെ പോലും കുറ്റം പറയുന്ന രീതിയിൽ രേണു സുധി വീഡിയോ പങ്കുവച്ചതോടുകൂടിയാണ് ഒരുപാട് പേർ രേണുവിനെതിരെ തിരിഞ്ഞത്. എന്നാൽ ഇപ്പോഴിതാ ഈ ഒരു വെളിപ്പെടുത്തൽ കൂടി രേണു നടത്തിയതോടുകൂടി നീ സുധിച്ചേട്ടന്റെ വെറും 2ാമത്തെ ഭാര്യ ആയതുകൊണ്ട് മാത്രം തന്നെയാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്നും സുധിയുടെ മൂത്ത മകൻ പോലും അവന് വച്ചുകൊടുത്ത വീട്ടിൽ പോലും വരാതെ ഇപ്പോൾ സുധിയുടെ അമ്മയോടൊപ്പമൊക്കെ നിന്ന് താമസിക്കുന്നതും പഠിക്കുന്നതുമൊക്കെ നിന്റെയൊക്കെ കയ്യിലിരിപ്പാണ് എന്നൊക്കെയുള്ള രീതിയിൽ വളരെ മോശമായിട്ടാണ് രേണുവിനെതിരെ രംഗത്ത് വരുന്നത്. മലയാളികൾ ഒരുപാട് സ്നേഹിച്ചിരുന്ന രേണുവിനെ ഇപ്പോൾ പലരും വെറുക്കുന്നു എന്നാണ് കമന്റ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഇതിനെ നിങ്ങൾ കാണുന്നതെന്ന് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക. ഒപ്പം ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക.